പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, ജീവിതയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്, ജീവിതയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. റേമായുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നമ്മോടൊപ്പം ഇന്നേ ദിവസമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ നമുക്ക് പരിചയപ്പെടാം. ജിസ്മോൻ മാടശ്ശേരി അച്ഛൻ, ജോസഫ് ഓണാട്ടച്ചൻ, ജോസ് തയ്യിലച്ചൻ, ഞാൻ അഖിൽ പത്തിൽ. ഇന്നേ ദിവസം നാം കൂടുതലായിട്ട് സംസാര വിഷയമാക്കുക പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ കൂടുതലായിട്ട് പിതാവായ ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുക. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ, അതായത് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുകയും വായിക്കുകയും കൂടുതൽ പരിചയപ്പെടുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും കുറെ ആൾക്കാരൊക്കെ സംസാര വിഷയമാക്കുന്ന ഇപ്രകാരമാണ്: ഹോളി സ്പിരിറ്റ് ഇസ് എ ഫോർസേക്കൺ ഗോഡ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെല്ലാവരും സ്വാഭാവികമായിട്ടും മറന്നുപോകുന്ന ഒരു ദൈവമാണ്. ഇത് പിതാവും പുത്രനുമായ ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ദൈവമാണോ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും കൊടുക്കേണ്ട അതേപോലെയുള്ള ദൈവികമായ പ്രാധാന്യം, ആരാധന പരിശുദ്ധാത്മാവായ ദൈവത്തിനും നാം നൽകണമോ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നാം ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കുകയും കൂടുതൽ ധ്യാന വിഷയമാക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കാം. എന്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മൾ യഥാർത്ഥമായ പുത്രനായ ക്രിസ്തുവും പിതാവായ ദൈവവുമായുള്ള യഥാർത്ഥമായ ആരാധന പരിശുദ്ധാത്മാവായ ദൈവത്തിനും ഇന്നും ജനം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. അഖിലേശൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ 3 വർഷക്കാലം ജീവിച്ചു. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുള്ളുകൊണ്ട് ഏറ്റുപറഞ്ഞൊരു കാര്യമുണ്ട്: യേശുവെ, ഞങ്ങൾ നിന്നെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കർത്താവിൻ്റെ മരണത്തിൻ്റെ ആ സന്ദർഭത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഒത്തിരി ശിഷ്യന്മാർ 11 പേരും ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പത്രോസ്ലീഹായോടൊപ്പം ഏറ്റുപറഞ്ഞവരാണ്. പക്ഷെ മരണത്തിൻ്റെ സമയത്ത് അവർ പറഞ്ഞ ആ വാക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചില്ല. കാരണം ഉള്ളുകൊണ്ട് പറഞ്ഞതാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന ഒരു ഇതാണ്. പക്ഷെ നമുക്കെന്ത് തോന്നും? കൂളായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും, ഒരുപക്ഷെ ശിഷ്യന്മാർ നുണ പറഞ്ഞു. കാരണം നിന്നൊരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനം അറിയിക്കുന്ന ഒരു സന്ദർഭം, ഒറ്റപ്പെടലിൻ്റെ ഒരു സന്ദർഭം, വേദനയുടെ ഒരു സന്ദർഭം, പരിഹാസിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദർഭത്തിലാണ് ശിഷ്യന്മാർ ഒറ്റപ്പെടുത്തുന്നത്. പക്ഷേ കുറച്ചും കൂടിയും കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, പന്തക്കുസ്ത ദിനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, നിനക്ക് വേണ്ടി ഞങ്ങൾ മരിക്കും, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവർ മരിക്കാൻ പോലും സന്നിധരായി. കാരണം അവിടെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയപ്പോൾ അവരെടുത്ത തീരുമാനം അവർക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അത് നിറവേറ്റാനായിട്ട് സാധിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി
ഒരു കൃപ അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ശിഷ്യന്മാരെടുത്ത ഒരു തീരുമാനം അവരുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലൊക്കെ അറിയാം, നമ്മൾ പട്ടമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കും നാളെ തൊട്ട് വിശുദ്ധ കുർബാനയിൽ നല്ല രീതിയിൽ വിശുദ്ധിയോടുകൂടി ചൊല്ലാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഇനി മുതൽ കൊന്ത മുടക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും ധ്യാനമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, നാളെ മുതൽ കൊന്ത ചെല്ലും, സന്ധ്യാപ്രാർത്ഥന ഒഴിവാക്കില്ല, മദ്യപിക്കില്ല, അതുപോലെ തന്നെ മൊബൈൽ കൂടുതൽ നേരം ഉപയോഗിക്കില്ല എന്ന് ധ്യാനമൊക്കെ കഴിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ ഈ തീരുമാനം നമുക്ക് ആ സമയമാകുമ്പോൾ എന്തുകൊണ്ട് പാലിക്കാൻ പറ്റുന്നില്ല? കാരണം ശിഷ്യന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഓർത്തെടുത്താൽ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ സാധിച്ചാലാണ് നമുക്ക് ആ തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ശിഷ്യന്മാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ ആത്മാവിലുള്ള ജീവിതത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ എപ്പോഴും പറയും നമ്മൾ ആത്മാവിൽ ജീവിക്കേണ്ടവരാണ്, ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത്, സഭയെ നയിക്കുന്നത് ആത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ട പ്രാധാന്യം അഖിലച്ചൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നുണ്ടോ ഇല്ലയോ? അതായത് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും കൊടുക്കുന്ന അതേ ആരാധന പരിശുദ്ധാത്മാവിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അവിടെയാണ് പലർക്കുമുള്ള ഒരു സംശയമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണോ? നമ്മൾ പുത്രൻ ദൈവമാണെന്ന് കണ്ടു, പിതാവ് ദൈവമാണെന്ന് കണ്ടു, പരിശുദ്ധാത്മാവ് ദൈവമാണോ? നമുക്ക് വചനത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന പല ഐഡന്റിറ്റികളും ദൈവവചനത്തിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരുപാടുണ്ട്. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാനം, ജീവജലം. 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാം സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ മഹത്വം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ കാണാം നിത്യാത്മാവ്. അങ്ങനെ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുന്നതാണ്. ഈ ഐഡന്റിറ്റി എല്ലാം കാണിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവിന്റെ ദൈവികതയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ദൈവികത എന്ന് പറയുമ്പോൾ പിതാവല്ല, പുത്രനല്ല പരിശുദ്ധാത്മാവ്. ഈ രണ്ടുപേരിൽ നിന്നും വ്യതിരക്തനായി നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതും സുവിശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈശോ പറയുന്നത്, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. വീണ്ടും അവൻ തന്നെ പറയുന്നുണ്ട് 16-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ അയക്കും. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും മാറി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മാറി നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല. പിതാവിനെ പോലെ പുത്രനെ പോലെ പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിയുണ്ട്, നമ്മൾ ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട് പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിനെ വേണ്ട രീതിയിൽ നമ്മൾ ആരാധിക്കുന്നില്ല, നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം സ്ലീഹന്മാരെ കുറിച്ച് അച്ഛൻ പറഞ്ഞു, ജിസ്മോൻ അച്ഛൻ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ധൈര്യപൂർവ്വം സുവിശേഷം പ്രഘോഷിക്കാൻ, വിശ്വാസം ജീവിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ പറയും ഈ കാലഘട്ടത്തിൽ പലരും വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നു, അല്ലെങ്കിൽ വിശ്വാസം എന്താണെന്നൊക്കെ അവർക്കറിയാം. അവര് മാമോദീസ സ്വീകരിച്ചവരാണ്, കാറ്റഗിസം പഠിച്ചവരാണ്, വിശ്വാസം എന്തെന്നൊക്കെ അറിയാം. പക്ഷേ ഈ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രശ്നം വരുമ്പം അവർ ചിലപ്പോൾ നിരാശയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നു. അതിൻ്റെ ഒരു കാരണം എന്താ? ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയാത്തത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വേണ്ട രീതിയിൽ ആരാധിക്കാത്തത് കൊണ്ടോ സ്വീകരിക്കാത്തത് കൊണ്ടോ ആണെന്ന് തോന്നുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അച്ഛൻ എന്ത് തോന്നുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ? അതായത് ഫോർസേക്കൺ ഗോഡ് അല്ലെ ഫൊർഗോട്ടൺ ഗോഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്ക് തിയററ്റിക്കലായിട്ട് 100% ക്രിസ്ത്യാനികൾ എല്ലാവരും വിശ്വസിക്കുന്ന ഇവൻ ദൈവമാണെന്ന് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു ദൈവത്വത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, പണ്ടൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്ന ജപമാലയുടെ ആരംഭത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. ഇന്നും പഴയ കുടുംബങ്ങളിലൊക്കെ ആ പ്രാർത്ഥനകളുണ്ട്. എന്നാൽ പുതുതായിട്ട് ഇറങ്ങുന്ന പുസ്തകങ്ങളിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രാർത്ഥനകൾ കാണുന്നില്ല. അപ്പോൾ അത് ജപമാലയുടെയൊക്കെ ഭാഗമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ ഇത് തിയററ്റിക്കലി എല്ലാവരുടെയും ഉള്ളിലുണ്ട്, എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മിസ്സായി പോകുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് നമ്മൾ ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും ആരാധന അർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത നാളിൽ ഇറങ്ങിയ ഒരു
ഗാനമാണ് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവെ. ഇപ്പം ദൈവത്വത്തെയാണ് ആരാധിക്കുന്നത്, ദൈവമല്ലാത്ത ഒന്നേ നമ്മൾ ആരാധിക്കുന്നില്ല. ഇപ്പം പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുന്നില്ല. അപ്പം പിതാവിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, പുത്രനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ആരാധനകൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ആരാധനയോ അല്ലെ 40 മണി ആരാധനയോ അല്ലെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ആരാധനയോ ഒക്കെ നമ്മൾ നയിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ആരാധന ആരംഭിക്കുന്നത് ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനായ യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, 3 പാവനാത്മാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പക്ഷെ ഇന്നത്തെ ജനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇങ്ങനെയുള്ള പഴയ ആരാധനാ പ്രകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, നമ്മൾ തിയററ്റിക്കലായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എന്നാൽ പ്രാക്ടിക്കലി ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന് നൽകുന്ന ആരാധനയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കുറവ് സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും ദൈവമോ അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗമോ നോക്കുന്നില്ല എത്ര നേരം നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര നേരം പുത്രനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര നേരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ല. എങ്കിൽ പോലും നമ്മൾ ആരാധന ദൈവത്തിലുള്ള 3 ആളുകൾക്കും നൽകുമ്പോൾ അത് നമുക്ക് ആ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ നിറവ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. രണ്ടാമത് നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണോ എന്നുള്ളൊരു സംശയമാണ്. നമ്മൾ പലപ്പോഴും അതിനെ ഒരു ആത്മീയമായിട്ടുള്ള ലെവലിൽ മാത്രമേ കാണത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്, ഹോളി സ്പിരിറ്റ്, വിശുദ്ധിയുടെ ആത്മാവ്. എന്നാൽ ഇതൊരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നില്ല. ബൈബിളിൽ പോലും ഈശോ പറയുന്ന അവൻ എന്ന് പറഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ പറയുന്നത്. ഒരു വ്യക്തിയായിട്ടാണ്, ഒരു പ്രൊനൗണാണ് ഉപയോഗിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോഴേ നമുക്ക് ഇന്ന് ഉയർന്നു വരുന്ന ത്രിത്വൈക ദൈവത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉയർന്നു വരുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം നൽകാൻ പറ്റത്തുള്ളൂ. 3 ദൈവങ്ങളല്ല നമുക്കുള്ളത്, ഒരു ദൈവം, അതിൽ 3 വ്യക്തികൾ, അതിലെ 3ാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഒരു വീട്ടിൽ വെഞ്ചരിപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടൊരു കസേര അവർ ഒഴിച്ചിട്ടിരുന്നു. അത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള കസേരയാണ്, അവൻ വന്നിരിക്കേണ്ട കസേരയാണ് അവൻ. അപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുടുംബം പ്രത്യേകമായൊരു സ്ഥലം മാറ്റിവെച്ചു എന്നുള്ളതാണ് ആ ഒരു ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ ഈ പരിശുദ്ധാത്മാവിനൊരു പ്രാധാന്യം നൽകണമെന്നാണ് നമുക്ക് ഇന്ന് ഈ ഒരു നമ്മുടെ ഗുഡ്നസ് ടി-വിയിലെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു നല്ലൊരു പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, നിങ്ങളുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. അപ്പം ഈ പ്രാർത്ഥനകളൊക്കെ ഉരുവിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ പെന്തക്കോസ്തയൊക്കെ കഴിഞ്ഞു പോയെങ്കിൽ പോലും നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് പ്രവർത്തികൾക്ക് മുമ്പിലും പ്രാർത്ഥനകൾക്ക് മുമ്പിലും പരിശുദ്ധാത്മാവ് ഉണ്ടാവട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമുക്ക് ആ വ്യക്തിയാണെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാനും പറ്റത്തില്ല. മാത്രമല്ല, നമ്മൾ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് ഒരിടത്തും ചിത്രങ്ങളില്ല. പിതാവിനെ ചിലവര് ഭാവന ഇതായിട്ട് വരച്ചിട്ടുണ്ട്, പുത്രനെ നമുക്കറിയാം, കണ്ടിട്ടുള്ളത് കൊണ്ട് അറിയാം. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഒരിടത്തും നമുക്ക് കാണുന്നില്ല. പക്ഷെ വചനത്തിലൂടെ പോകുമ്പം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പ്രൊനൗൺ ഉപയോഗിച്ചാണ് ഈശോ പറയുന്നത്, അവൻ നിങ്ങളെ പഠിപ്പിക്കും. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. അതായത് നമുക്കറിയാം, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കാണാം, സ്ലീഹന്മാരെ സംവഹിച്ചുകൊണ്ട് നടന്നു, പത്രോസിനെ സംവഹിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്കാണല്ലോ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. സംവഹിച്ചുകൊണ്ട് നടക്കുക, കൽപ്പിക്കുക, സ്ലീഹന്മാരോട് കൽപ്പിക്കുന്നു, പത്രോസിനോട് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആത്മാവ് കൽപ്പിക്കുന്നു. മാത്രവുമല്ല, എഫെസ്യുസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാം, അവൻ മുദ്ര പതിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ പ്രവൃത്തി ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവണം, അതല്ലാതെ ഒരു പ്രവൃത്തി നടക്കത്തില്ല. അപ്പം ഹി ഈസ് എ സബ്ജക്ട് ഓഫ് ആൻ ആക്ഷൻ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഒരു കർത്താവും അവിടെ ഉണ്ടാകണം. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഇനി അച്ഛനും അഖിലച്ഛനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മറന്നുപോകുന്ന ഒരു ദൈവമാണ്.
അല്ലെങ്കിൽ ദൈവത്വത്തെ, പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ പലരും സംശയിക്കുന്നു. എന്തിനാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ? ഇത് ആദിമസഭ തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ട പ്രാധാന്യം ആദിമസഭയിലും ഒരു സംശയം ഉളവാക്കിയതാണ്. പ്രത്യേകിച്ച് ആര്യനിസം വന്നപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന കൗൺസിൽ കൂടുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന കൗൺസിൽ പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആര്യനിസം എന്ന പാഷണ്ഡതയ്ക്കെതിരായിട്ടാണ് ഈ സുനഹദോസ് വരുന്നത്. പക്ഷെ അവിടെ ആര്യനിസം പറയുന്നത് പുത്രന്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള സംശയമാണ്. അപ്പം യഥാർത്ഥത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസില് ആ പുത്രന്റെ ദൈവത്വത്തെയാണ് അടിസ്ഥാനപ്പെടുത്തി എല്ലാം പറയുന്നതെങ്കിലും പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതായത് പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നല്ല, പക്ഷെ പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം പരിശുദ്ധാത്മാവും ആരാധിക്കപ്പെടേണ്ടവനാണ് എന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നീട് ഈ പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ സംശയങ്ങൾ വരുന്നു. ഈ പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിൽ എങ്ങനെയാണ്? സൃഷ്ടിക്കപ്പെട്ടവനാണോ അല്ലെങ്കിൽ ജനിക്കപ്പെട്ടവനാണോ എന്നൊക്കെ ഉള്ള സംശയമുണ്ട്. അതും കൗൺസിലുകളിൽ പറയുന്നുണ്ട്. അച്ഛന് അതിനെക്കുറിച്ച് അറിയാമായിരിക്കുമോ? അത് കുറച്ചുകൂടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ടവൻ, അല്ലെങ്കിൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരോട് സംസാരിച്ചവൻ എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിൽ പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വിവിധ കർത്തവ്യങ്ങളാണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു രീതിയാണ് ഉള്ളിൽ പ്രവേശിച്ച് അവനിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ പിതാവും പുത്രനും ഒക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതുകൊണ്ടാണല്ലോ അതിനെ സ്പിരിറ്റ് എന്നും കൂടെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഉള്ളിൽ പ്രവർത്തിച്ച് അങ്ങനെ മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. അപ്പം ആരാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? ഇപ്പം പ്രവാചകന്മാർ ദൈവത്തിന്റെ അരുളപ്പാടുകൾ മനുഷ്യരിലേക്ക് ചൊരിഞ്ഞു, മനുഷ്യരിലേക്ക് പ്രവചനങ്ങളിലൂടെ അരുളി ചെയ്തു. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം സ്നേഹം, നന്മ, ദയ, ഇതെല്ലാം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ശരിക്കും അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ ചെയ്യുന്നതാണ്, ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇപ്പം യുവജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു കോൺസെപ്റ്റാണ് ഐ ബിലീവ് ഇൻ ഗോഡ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ ഒരിക്കലും, അതുകൊണ്ടാണ് അവർ കൂദാശകൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നത്. നമുക്കറിയാം ഒരു കൂദാശ സ്വീകരിക്കുമ്പോഴാണല്ലോ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കുമ്പോഴും തൈലാഭിഷേകം സ്വീകരിക്കുമ്പോഴെല്ലാം. അപ്പോൾ പക്ഷെ അവരതിനെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവർ കൂദാശകൾ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നുണ്ട്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കുവാനോ കുമ്പസാരം മുടക്കുവാനോ തയ്യാറാകത്തില്ല. പക്ഷേ അവരാ ജീസസിന്റെ ലൈഫ് സ്റ്റൈൽ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ നല്ലവനായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ പരിശുദ്ധാത്മാവില്ലാതെ ദൈവികമായിട്ട് പ്രവർത്തിക്കാൻ ഒരു വ്യക്തിക്കും, അഖിലേശൻ പറഞ്ഞതുപോലെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടവനാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഈശോയുടെ മരണം വ്യക്തമായിട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കാനിടയായി. അതിൽ ഈ തല ചായ്ക്കുക എന്ന് പറയുന്നതിന് 2 മീനിങ് ആണ് ആ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിലേക്ക്, അതായത് കുരിശിലേക്ക് കർത്താവ് തല ചായ്ച്ചു എന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമത്തെ തല ചായ്ക്കുക എന്ന് അർത്ഥമാക്കുന്നത് കുരിശിന് താഴെയുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്കും അതുപോലെ തന്നെ യോഹന്നാൻ ശ്ലീഹായുടെ മുഖത്തേക്കും നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ തല ചായ്ച്ചുകൊണ്ട് ആത്മാവിനെ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവഴി ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നത്, പിന്നീട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഏൽപ്പിച്ച പിതാവിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ശ്ലീഹായിലേക്കും പരിശുദ്ധ അമ്മയിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇനി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കേണ്ടത് ശ്ലീഹായിലൂടെയാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ്, ശിഷ്യന്മാരിലൂടെയാണ് എന്ന ഒരു വലിയ ഒരു ഉൾക്കാഴ്ച വിശുദ്ധ ഗ്രന്ഥം തന്നെ നൽകുകയാണ്. ഈശോ അവസാനം കുരിശിൽ കിടക്കുമ്പോൾ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുന്നു. അതിന് 2 അർത്ഥങ്ങൾ പറഞ്ഞു. പിതാവിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുന്നു, താഴെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയിലേക്കും യോഹന്നാൻ ശ്ലീഹായിലേക്കും ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇവിടെ ആദിമസഭ മുതൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഈ പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വരും? പരിശുദ്ധാത്മാവിന്റെ ഉത്ഭവം എന്താണ്? അതിന് 2 വീക്ഷണങ്ങളാണ് ഉള്ളത്. ചിലവർ പറയും പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് വരുന്നു, ചിലവർ പറയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വരുന്നു. നമ്മൾ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ എടുത്തു നോക്കുകയാണെങ്കിൽ
പാശ്ചാത്യ സഭകൾ പറയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പൗരസ്ത്യ സഭകൾ പറയും പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പൗരസ്ത്യ സഭകള് കൂടുതൽ പ്രാധാന്യം കൊടുക്കും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന സൂനഹദോസ് ആണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് നടക്കുന്നത് എന്തിനാണ്? ആര്യനിസം എന്ന പാഷണ്ഡത വന്നപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസ് സംഭവിക്കുന്നത്. അപ്പോൾ ആര്യനിസം പറയുന്നത് പുത്രന്റെ ദൈവത്വത്തെ കുറിച്ചാണ്. പുത്രന്റെ ദൈവത്വത്തെ അവർ നിഷേധിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിന്റെ ലക്ഷ്യം പുത്രന്റെ ദൈവത്വത്തെ ഉറപ്പിക്കുകയായിരുന്നു. പക്ഷെ അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ സൂനഹദോസിൽ തന്നെ പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പിതാവിനോടൊപ്പം പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ടവനാണ് പരിശുദ്ധാത്മാവ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കൂടുതലും പുത്രന്റെ ദൈവത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് പറയുന്നത് പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പിന്നീട് ടൊളേഡോ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സൂനഹദോസ് സംഭവിച്ചു. ആ പ്രാദേശിക സൂനഹദോസിലാണ് പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്നത്. അവിടെ വന്നപ്പോഴാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ചെറിയൊരു വ്യത്യാസം. അപ്പൊ ഇത് ഒരു തർക്ക വിഷയമാണ്. ഈ പാശ്ചാത്യ സഭകൾ എടുത്തത് ടൊളേഡോ കൗൺസിലും പൗരസ്ത്യ സഭകൾ എടുത്തത് കോൺസ്റ്റാന്റിനോപ്പിളുമാണ്. കോൺസ്റ്റാന്റിനോപ്പിളാണ് സാർവത്രിക സൂനഹദോസ്. ഇത് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇത് 2 വീക്ഷണങ്ങളായിട്ടാണ് അവർ പറയുന്നത്. 2 വീക്ഷണങ്ങൾ എന്തായിരുന്നു? പാശ്ചാത്യ സഭകൾ പറഞ്ഞു വെക്കുന്നത് എന്താ? പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും സത്താപരമായ ആ ഒരു ഐക്യത്തെയാണ് കാണിക്കുന്നത്. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കൊണ്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്നാൽ പൗരസ്ത്യ സഭകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതാ? ത്രിത്വത്തിലെ പിതാവിന്റെ സ്ഥാനത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പിതാവിൽ നിന്നും പുറപ്പെടുന്നത്. അതല്ലാതെ പരിശുദ്ധാത്മാവ് എവിടെ വരുന്നു എന്ന് ആർക്കും സംശയമില്ല എന്നുള്ളതാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. ഇനി വചനത്തിലേക്ക് എടുത്തു നോക്കുമ്പോഴും ഇത് രണ്ടും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന വചനങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പറയുന്നത് പിതാവ് നിങ്ങൾക്കൊരു സഹായകനെ അയക്കുമെന്നാണ്. എന്നാൽ 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് സഹായകനെ അയക്കും. അപ്പൊ ഇത് രണ്ടും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള വചനങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്, പക്ഷെ 2 വീക്ഷണങ്ങളാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ അടുത്തൊരു സംശയം വരും, പരിശുദ്ധാത്മാവ് പുത്രനിൽ നിന്നും പിതാവിൽ നിന്നൊക്കെ പുറപ്പെടുന്നു എന്നൊക്കെ പറയുമ്പം പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടവനാണോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുന്നവനാണോ? കാരണം ദൈവമാണ് പരിശുദ്ധാത്മാവ്. അവിടെയും ഈ ടൊളേഡോ കൗൺസിലൊക്കെയാണ് കൃത്യമായിട്ട് പറയുന്നത് പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടവനല്ല. പരിശുദ്ധാത്മാവ് ജനിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ പുത്രൻ ജനിക്കപ്പെട്ടവനാ. എവിടെ നിന്ന്? പിതാവിൽ നിന്നും ജനിക്കപ്പെട്ടവനാണ് പുത്രൻ. അപ്പൊ പരിശുദ്ധാത്മാവും ജനിക്കപ്പെട്ടവനാണെങ്കിൽ പിതാവിന് 2 പുത്രന്മാരാവും. അതൊരിക്കലും പറ്റത്തില്ല. ഇനി പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുന്നവനാണോ? ജനിപ്പിക്കുന്നവനാണെങ്കിൽ പുത്രനായ ഈശോയ്ക്ക് 2 പിതാക്കന്മാരുണ്ടാവും. കാര്യം ജനിപ്പിക്കുക എന്നുള്ളത് പിതാവിന് മാത്രമുള്ള കർമ്മമാണ്. അതൊരിക്കലും പരിശുദ്ധാത്മാവിനും വരില്ല. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ജനിപ്പിക്കുന്നവനുമല്ല, ജനിപ്പിക്കപ്പെട്ടവനുമല്ല, പുറപ്പെട്ടവനാണ്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. പുറപ്പെട്ടവനാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പുറപ്പെട്ടവനായതുകൊണ്ട് പിതാവിനും പുത്രനുമുള്ള ദൈവത്വം പരിശുദ്ധാത്മാവിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആരാധിക്കപ്പെടേണ്ടവനാണ്. പിതാവിനോടൊപ്പവും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ടവനാണ്. അതുകൊണ്ടാണ് ഈശോ ഈ ലോകം വിട്ടു പോകുമ്പോൾ പറയുന്നത് സ്നാനം നൽകേണ്ടത് ആരുടെ നാമത്തിലാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് പിതാവിനോടൊപ്പവും പുത്രനോടൊപ്പവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടേണ്ട വ്യക്തിയാണ്. ഇന്ന് സഭ നയിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിലാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് നമ്മൾ മറന്നുപോയൊരു ദൈവമാകരുത്. He should never be again a forgotten God or a forsaken God. പരിശുദ്ധാത്മാവിനുള്ള വിശ്വാസം നമ്മൾ വീണ്ടെടുക്കണം. പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആരാധിക്കണം. നമ്മൾ ഈ ഒരാഴ്ചക്കാലം നമുക്ക് ശ്രമിക്കാം, നമുക്കൊരു തീരുമാനമെടുക്കാം. പരിശുദ്ധാത്മാവിനോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനെ പിതാവിനോടും പുത്രനോടും ഒപ്പം ഞാൻ ആരാധിക്കും. ആ തീരുമാനം എടുത്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.